ഹലോ ഫ്രണ്ട്സ്, അനസ് ലൈഫ് സ്റ്റൈൽ ആൻഡ് കുക്കിങ്ങിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഭവം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായല്ലോ, നമ്മളെ ചക്ക വറുത്താണ്. ചക്കക്കാലമൊക്കെ തുടങ്ങി. എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ചക്കയാണ്. അത് ഞാൻ വറുത്തു. കുറഞ്ഞ അളവിലാണ് വറുക്കുന്നത്. അത് ഞാൻ സിമ്പിളായിട്ട് വറുക്കുന്നത്, പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റുന്ന രീതിയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം നമുക്ക് ചക്ക ഞാനിതേപോലെ അടത്തി എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. അരിഞ്ഞെടുക്കുന്നിടത്ത് തന്നെ ഉള്ളൂ ചക്ക വറുക്കുന്നിടത്ത് ശ്രദ്ധിക്കാൻ. നമ്മൾ അരിഞ്ഞെടുക്കുന്നത് കുറച്ച് കനം കുറച്ച് അരിഞ്ഞെടുത്താൽ നമുക്ക് ചക്ക പെട്ടെന്ന് വറുത്തെടുക്കാൻ കഴിയും. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഞെക്കുക. ഞാൻ ഇടുന്ന പുതിയ ഇതേപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമുക്ക് ഇതേപോലെ ചക്ക ഇതേപോലെ കുരുവൊക്കെ കളഞ്ഞ് അതിൻ്റെ പുറത്തെ ചവണിയൊക്കെ കളഞ്ഞ് നമുക്ക് ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ അറിയുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്പീഡിൽ കാണിച്ചു പോകുന്നത്. ചക്ക വറുത്ത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. ചക്ക അടത്തിയെടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് മൂത്ത് കിട്ടും നമ്മൾ കനം കുറച്ച് അരിഞ്ഞ് ചക്ക വറുത്തെടുത്താൽ. കുറേ നാൾ നമുക്ക് എത്ര നാൾ വേണേലും ഇതേപോലെ നമ്മൾ കനം കുറച്ച് വറുത്ത് നല്ലപോലെ മൂപ്പിച്ചെടുത്താൽ എത്ര നാൾ വേണേലും നമുക്കിത് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിൽ അടച്ചു വെച്ചാൽ നമുക്ക് കുറേ നാളിത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞാനെടുത്ത് ഇനി അത് അരിയാൻ പോവാണ്. ഇതേപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം. കണ്ടോ, ഇതേപോലെ ഒത്തിരി വലുതാക്കി ചെറിയ കാണാൻ 2, 3, 4 പീസാക്കിയിട്ട് വലിയ വലിയ വണ്ണത്തിൽ അരിഞ്ഞെടുക്കുന്നത്. അതേപോലെ അരിഞ്ഞെടുത്താൽ അത് ഉൾഭാഗം വേഗമില്ല, ടേസ്റ്റും കുറവായിരിക്കും. അത് ഒത്തിരി നാൾ ഇരിക്കില്ല. ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞ് വറക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് മൂത്ത് കിട്ടുകയും ചെയ്യും. കുറേ നാൾ നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ കഴിയും. നല്ല ക്രിസ്പായിരിക്കും ഇതിരിക്കും എപ്പോഴും. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ഇതേപോലെ. ചക്കയൊക്കെ ഞാൻ നന്നായിട്ട് അരിഞ്ഞ് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അത് പെട്ടെന്ന് വറുത്തെടുക്കാം. അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഇത് വറുത്തെടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലോട്ട് ചക്ക ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് വേണം അത് നമുക്ക് വറുത്തെടുക്കാൻ. ഒത്തിരി ലോ ഫ്ലെയിമിലും ആക്കരുത്, ഹൈ ഫ്ലെയിമിലും ആക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. അപ്പം ഒത്തിരി ഹൈ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ പുറമേ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് ഡാർക്ക് കളറായിപ്പോവും. ഉൾഭാഗം അങ്ങോട്ട് ക്രിസ്പ് ആവില്ല. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വറുത്തെടുക്കുന്നത്. ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം. ചക്കത ഇത് മൂത്ത് വരുന്നുണ്ട്. നിറം മാറി തുടങ്ങി. കണ്ടോ, ഒരു ക്രീം കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ക്രിസ്പായോ നമുക്കൊന്ന് കയ്യിലെടുത്തൊന്ന് ഒടിച്ച് നോക്കണം. എന്നിട്ട് ക്രിസ്പായതിന് ശേഷം മാത്രമേ ഇത് കോരാൻ പാടുള്ളൂ. ഞാനിത് കോരുവാണ്. ഫസ്റ്റ് ട്രിപ്പ് കോരുവാണ്. ഫസ്റ്റ് ട്രിപ്പ് ഒന്ന് കോരി വന്നപ്പോഴത്തേക്ക് കുറച്ച് നിറം കൂടിപ്പോയി. കുഴപ്പമില്ല. എന്നാലും നമ്മൾ അടുത്ത ട്രിപ്പ് വറക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കോരിയെടുക്കാൻ കഴിയും. ഞാനിത് കോരി എടുക്കട്ടെ. കോരി എടുത്തതിന് ശേഷം ആണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പിൻ്റെ വെള്ളമൊന്നും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഡയറക്റ്റ് ഉപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് എണ്ണയിൽ നിന്ന് കോരി അപ്പം തന്നെ ചൂടോടെ തന്നെ ഉപ്പ് പൊടി ഇതേപോലെ ഒരു കയ്യിലെടുത്തിട്ട് അപ്പോൾ തന്നെ ഇളക്കി കൊടുക്കാം. അതിലോട്ട് ഉപ്പ് പിടിച്ചോളും. എണ്ണമയം ഉള്ളതുകൊണ്ട് എണ്ണ വലിയുന്നതിന് മുന്നേ തന്നെ എണ്ണയിൽ നിന്ന് എടുത്തെണ്ണ തന്നെ നമ്മൾ അങ്ങനെ പുരട്ടി കൊടുത്താൽ ഉപ്പ് അതിലോട്ട് പിടിച്ചോളും. വെള്ളമൊന്നും തളിച്ച് കൊടുക്കണ്ട. നമ്മൾ വെള്ളം കലക്കി ഒഴിച്ചു കൊടുത്താൽ ഈ ചക്ക അധികം നാൾ ഇരിക്കില്ല.
അപ്പോൾ ഞാൻ അടുത്ത ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അത് നമുക്കിതേപോലെ വറുത്തെടുക്കാം. ഇനി എല്ലാം ഇതേപോലെ വറുത്തെടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ചിപ്സ് ഇങ്ങനെ വറുത്തോണ്ടിരിക്കുമ്പോൾ ചക്ക ചിപ്സ് ഇങ്ങനെ വറുത്തോണ്ടിരിക്കുമ്പോൾ കണ്ടോ ഇതേപോലെ ഇളക്കുമ്പോൾ ഒച്ച കേൾക്കും. ആ ഒച്ച കേൾക്കുമ്പോൾ തന്നെ ഇത് മൂത്ത് വരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ഇത് കോരി മാറ്റാം. നിറം കുറവുള്ള ചക്കയാണെങ്കിൽ ഞാൻ ഇത് കുറച്ചൊരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇതിന് കുറച്ച് നിറം കുറവുള്ള ചക്കയാണ്. വറുത്ത് വരുമ്പോൾ കുറച്ച് നിറം കുറയും. അതിന് നമുക്ക് കുറച്ചൊരു നുള്ളു മഞ്ഞൾപ്പൊടി എണ്ണയിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കണ്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ചക്കയ്ക്ക് വേറൊരു നിറമാണ്, നല്ലൊരു ഗോൾഡൻ കളർ വരും. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇത് വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാൻ വീഡിയോയിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. ഇതും ഇതേപോലെ മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതും കോരിയെടുക്കാം. കണ്ടോ ഇതിൻ്റെ നിറം കണ്ടോ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കിയുള്ളതും കൂടെ വറുത്തെടുക്കട്ടെ. എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയിൽ നിന്ന് നമ്മൾ ഇതേപോലെ ഓരോ പ്രാവശ്യം വറക്കുമ്പോഴും ഇതേപോലെ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് ഇളക്കി കൊടുക്കണം. കോരി ഉടനെ ചൂടോടെ തന്നെ ഉപ്പിട്ട് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഉപ്പുപൊടി വിതറുന്നതുകൊണ്ടാണ് നമുക്കിത് കുറേ നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നത്. അല്ലാതെ നമ്മൾ ഉപ്പ് നീരൊക്കെ ഒഴിച്ചു കൊടുക്കുന്നെങ്കിൽ നമുക്കിത് കുറേ നാൾ സൂക്ഷിച്ച് വെക്കാൻ കഴിയില്ല. തണുത്തു പോകും, പെട്ടെന്ന് തണുത്തു പോകും. കണ്ടോ നല്ല ഒച്ച, നല്ല ക്രിസ്പായി വന്നിട്ടുണ്ട്. ഇതേപോലെ നല്ല കിലാന്ന് പാത്രത്തിൽ കിടന്ന് കിലുങ്ങും. ഒച്ച കേൾപ്പിച്ചു തരാം. അപ്പോൾ നമ്മളെ ചക്ക വറുത്ത വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറേ നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന വിധത്തിൽ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചക്കക്കാലം വരുമല്ലേ, എല്ലാവരും കുട്ടികൾക്കൊക്കെ ചക്ക ചിപ്സ് ഉണ്ടാക്കി കൊടുക്കുക. എൻ്റെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ. അതാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഊർജ്ജം തരുന്നത്. അപ്പോൾ ഞാൻ പുതിയ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, സീ യു.